എയർ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 12 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിന്റെ ക്രീം ഞാൻ എടുത്തിട്ടില്ല, അത് ഞാൻ പാലിൽ കലക്കി കുടിച്ചു. ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. ആദ്യം ഞാനിവിടെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെൽറ്റഡ് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കാം. ആയിട്ടുണ്ട്. ഇനി ഒരു സ്മോൾ ട്രേ എടുത്ത് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് ബോൾ എടുത്ത് നന്നായി ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അകത്തോട്ട് ഞാൻ 2 സാൻഡ്വിച്ച് പേപ്പർ മടക്കി വെച്ചിട്ടുണ്ട്. അകത്തേക്ക് നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ബേസ് ആഡ് ചെയ്യാം. ഇതിനെ ഞാൻ നീറ്റാക്കി ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വയ്ക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് പാലൊഴിക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 100 ഗ്രാം ഓഫ് ജെലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളപ്പിക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. 1 കപ്പ് ക്രീം ചീസിലേക്ക് നമ്മുടെ പാല് ആഡ് ചെയ്യാം. എടുത്ത് അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നന്നായി ബീറ്റ് ചെയ്യാം. 4 മിനിറ്റ്സ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫ്ലഫി ആക്കണ്ട. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെക്കാം. പാലും ജെലാറ്റിനുള്ള മിക്സ്ചർ നന്നായി ബീറ്റ് ചെയ്യാം. ഞാനിത് ബീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിന്റെ കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് ആൻഡ് ജെലാറ്റിൻ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്യാം. നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 3 ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റാം. ഒരു പാർട്ട് മാറ്റി വെച്ചതിലേക്ക് ഓറഞ്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ്സ് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് കളർ സെറ്റായി. സെക്കൻഡ് മാറ്റി വെച്ച പോർഷനിലേക്ക് ഗ്രീൻ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ ആഡ് ചെയ്യൂ. ഈ ഗ്രീൻ കളർ നമ്മുടെ കേക്കിലേക്ക് ആഡ് ചെയ്യാം. ഇനി വീണ്ടും ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കാം. തേർഡ് പാർട്ടിൽ ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. യെല്ലോ ആണ് ആഡ് ചെയ്തത്. ലെയർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ ലെയർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3 hours അനക്കാതെ ഫ്രിഡ്ജിൽ വെക്കാം. 3 hours കേക്ക് ആയിട്ടില്ല. സോ ഞങ്ങൾ 1 മണിക്കൂറും കൂടി വെച്ച് നോക്കി. ടോട്ടൽ 4 hours എടുത്തത് ശരിയാവാൻ. ഇപ്പൊ തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം.